അതെ അതെ, വണ്ടി പഞ്ചറായ ആള് വണ്ടിയൊക്കെ നന്നാക്കി എത്തിയിട്ടുണ്ട്. അല്ലമീൻ വണ്ടി പഞ്ചറായി എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സപ്പോർട്ടാണ് സ്ഥാനാർത്ഥി തരുന്നത്. അല്ലമീന്റെ വണ്ടി പഞ്ചറായി എന്ന് ബ്രേക്കിംഗ് കൊടുത്തതാണ് ആ വലതുഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അതെ അതെ, പഞ്ചറായി നാട്ടുകാരെ മൊത്തം അറിയിച്ച് നാണം കെടുത്തിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. രാഹുലെ എന്നെ നാണം കെടുത്തിയതിന് അവിടെ നിന്ന് പറയുന്നുണ്ട് വണ്ടി പഞ്ചറായി. സുജയുണ്ട്, ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. എന്താ കേൾക്കണം, നേരിട്ട് കേൾക്കാം. ഒരു സെക്കൻഡ്, എന്താ പറയുന്നത് നേരിട്ട് ചോദിക്കുകയാണ്. ഒരു സെക്കൻഡ്. രാഹുൽ ചോറൊക്കെ ഉണ്ടോ? കേൾക്കാവോ നോക്കി, കേൾക്കുന്നുണ്ടോ? അല്ല, അല്ലമീന്റെ അതെ അതെ, അല്ലമീന്റെ വണ്ടി പഞ്ചറായി, അല്ലമീനെ കാണാതായ വിവരം ബ്രേക്കിംഗ് കൊടുത്ത രാഹുലാണെന്ന് ഞാൻ പറയായിരുന്നു. അല്ല, ഞാനേ ആദ്യം അല്ലമീനെ കാണാനില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും പിന്നെ ഇവിടെ ജ്യൂസ് കുടിച്ച് മാറിയിരുന്ന് കാറ്റുകൊള്ളുകയാണെന്ന് വിചാരിച്ചു. പിന്നെ വഴിയിൽ പാവം പഞ്ചറായി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആളുകളെയും കൂടെ ഏർപ്പാട് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പൊ പാലക്കാട്ടെ ഇന്നത്തെ ഒരു ഇടപെടലായി അല്ലമീന്റെ കാർ പഞ്ചറൊട്ടിച്ചതായി മാറിയിട്ടുണ്ട്. അല്ലമീൻ പഞ്ചറായി കിടന്നു പറയരുത്. ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് രാഹുലിന്റെ കൂട്ടത്തിലാണ് അല്ലമീൻ, അല്ലെ? അല്ലമീൻ എപ്പോഴും രാഹുലിന്റെ ഒരു നിഴല് പോലെ ഉണ്ടായിരുന്നു ഈ പ്രചാരണ കാലത്തുടനീളം, അല്ലേ? അതെ 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 അതെ, അല്ലമീൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ആദ്യം കാണുന്ന അല്ലമീനെയാണ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ അവസാനം കാണുന്ന അല്ലമീനെയാണ്. അത്രയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത ഇലക്ഷൻ തൊട്ടേ കാൻഡിഡേറ്റുകൾ അല്ലമീനെ കൂടെ വേണമെന്ന് ആവശ്യപ്പെടും. ഓക്കെ, അപ്പൊ രാഹുൽ ഉഷാറാക്കൂ, ഭക്ഷണമൊക്കെ കഴിക്കൂ. ഓ, ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കഴിച്ചോ? ഇല്ല, ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ, ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ പഞ്ചായത്തിലെയും അരി പെറുക്കിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതാണ്ട് 40-45% എത്തുന്നു കേട്ടോ രാഹുലെ. അല്ലമീനുമായിട്ട് അല്ല, പോളിംഗിന്റെ കാര്യത്തിൽ എങ്ങനെ? പാലക്കാട് എപ്പോഴും ഇങ്ങനെയാണെന്നേ. പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും രാവിലെ ഒരു തിരക്കുണ്ടാകും. പിന്നെ അതിനുശേഷം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യപ്പെടും. പിന്നെ ഇനിയിപ്പം ഉച്ച കഴിയുമ്പോൾ വീണ്ടും കൂടും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നല്ല തിരക്കാണ്. പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം ഒരു 100 പേരിലധികം എല്ലായിടത്തും ക്യൂവിലുണ്ട്. അപ്പോൾ അത് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ഒരു ചെറിയ മന്ദഗതിയിലാണ്. അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ കുഴപ്പമൊന്നുമല്ല. കാരണം ഓരോ വോട്ടിനും കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ ഫോമുകൾ ഫില്ല് ചെയ്യണം, അതിനുശേഷം പിന്നെ സൈൻ ചെയ്യണം, തമ്പ് ചെയ്യണം, അതിനുശേഷം ഈ വോട്ടിംഗ് മെഷീനിലേക്ക് എത്തണം. അപ്പം അതിന്റെ ബീപ്പ് സൗണ്ട്, അങ്ങനെ ഓരോ വോട്ടിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പഴയതുപോലെ അല്ലല്ലോ. അപ്പൊ സമയം എടുക്കുന്നതിന്റെ ലാഗ് ഉണ്ട്. അപ്പൊ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിനോട് ചോദിച്ചാലേ. സാധു മനുഷ്യന്മാർ, പാവങ്ങൾ, ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അതെ അതെ, അപ്പൊ നമുക്ക് പോളിംഗിന്റെ അപ്ഡേറ്റ്സ് എടുക്കാം. താങ്ക് യു രാഹുൽ ഫോർ ജോയിനിങ് us. അല്ലമീൻ, അപ്പോ പഞ്ചറൊക്കെ ഒട്ടിച്ച് ഉഷാറാക്കി രാഹുലിന്റെ പിന്നാലെ തന്നെ പിടിച്ചോണം, വിടരുത്. 6 മണി വരെ പിന്നാലെ ഉണ്ടാവണം. എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ രാഹുലിന്റെ പിന്നാലെ നിരന്തരം പോകുന്നിടത്തൊക്കെ പിടിച്ചെടുത്തിങ്ങനെ റിയാക്ഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശല്യം കാരണം രാഹുൽ തന്നെ വണ്ടിക്ക് അള്ളുവെച്ചതാണെന്നൊരു സംശയം കൂടി എനിക്കുണ്ട്. രാഹുലെ, നമ്മളെ നിരന്തരം പിന്നാലെ വന്ന് പിടിച്ചു നിർത്തി ശല്യപ്പെടുത്തുന്നുണ്ട്. രാഹുൽ തന്നെ വണ്ടിക്ക് അള്ളുവെച്ചതാണെന്ന് സംശയിക്കുന്നു. വേറൊരു കാര്യം പറയാം കേട്ടോ, എന്റെ ആളുകളെ നേരിട്ട് കാണുന്ന ഏറ്റവും അധികം സമയം എടുത്തിട്ടുള്ള ഒരാള് ഇയാളാണ്. പിന്നെ ഈ റിപ്പോർട്ടറിലൂടെ ആളുകളെ തന്നെ കാണുന്നതെന്നുള്ളതുകൊണ്ട് വലിയ വിഷമമില്ല. അല്ലെങ്കിൽ പ്രയാസം ഉണ്ടായേനെ. ഓക്കെ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ആളുകളെയൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം സി കൃഷ്ണകുമാർ, പി സരിൻ, ഇവരും വിവിധ ബൂത്തുകളിലൂടെ കയറിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്.